എൻ്റെ മരണം എപ്പിസോഡ് 4. ഒരുപാട് നാള് പ്രേമിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കല്യാണം കഴിച്ചതാണ് ഞങ്ങൾ രണ്ടുപേരും. നന്ദൻ എൻ്റെ ഭർത്താവ് എൻ്റെ മുഖത്ത് നോക്കി ഒരു കൂസലും കൂടാതെ ആ പോലീസുകാരനോട് പറയുന്നു, ഇന്ന് മറ്റൊരു പെൺകുട്ടിയിൽ അവൻ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നെന്ന്. ഞാൻ ശരിക്കും ഒരു പോലീസ് സ്റ്റേഷനിലാണ് നിൽക്കുന്നതെന്നുള്ള ആ ഒരു പരിസരബോധം മറന്നുപോയി. എന്തൊക്കെയായിരുന്നു അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്? ഈ ദിവസം ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായി മാറിപ്പോയി. ഇന്ന് ജൂലൈ 20, 2010. ഒരുപാട് മുറിവുകൾ സമ്മാനിച്ച ഈ തീയതി ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു 11 വർഷം മുൻപ് പ്രേമിക്കുന്ന സമയത്ത് അവൻ കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങൾ, എൻ്റെ ഭർത്താവ് നന്ദൻ്റെ കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ. ഒരുപാട് പ്രാവശ്യം എന്നോട് ഇഷ്ടം പറഞ്ഞിട്ടും എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് എൻ്റെ പ്രേതം എൻ്റെ ഇഷ്ടത്തിന് അനിഷ്ടാക്കി മാറ്റിയവൻ. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചേർന്ന് നിന്റെ അടുത്ത് പറയും, 1 വർഷത്തിനുള്ളിൽ നിന്ന് ഞാൻ കല്യാണം കഴിക്കുന്നു. വെല്ലുവിളികൾ, സ്നേഹ സംഭാഷണങ്ങൾ, പിന്നെ നമ്മൾ എന്നും കാണാറുള്ള ഒരു ആശ്രമത്തിൽ അന്ന് അവൻ പറഞ്ഞു, എൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു, എൻ്റെ ലോകം നീയാണെന്ന്. അതുകൂടാതെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ ചെറുക്കനുമായിട്ട് എൻ്റെ വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ വന്നു. അപ്പോൾ ഒരു ചങ്കൂറ്റുണ്ടായിരുന്നു. രാത്രി ഫോണിൽ സംസാരിക്കും. അന്ന് മൊബൈൽ ഫോണില്ല, ലാൻഡ് ഫോണാണ്. 11 മണിക്ക് ഫോണിൻ്റെ റിങ്ങിങ് സൗണ്ട് ചെറുതാക്കി വെച്ച് റിസീവർ എടുത്ത് കയ്യിൽ വെച്ച് കോള് ഞെക്കി പിടിച്ച് ഞാൻ കാത്തുക്കുമായിരുന്നു. 11 മണി തൊട്ട് 3:45 വരെ ഞങ്ങൾ സംസാരിക്കും വാതോരാതെ. അന്നേരം ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കി. എന്തൊരു മിടുക്കായിരുന്നു, എന്തൊരു സാമർഥ്യമായിരുന്നു. അതൊന്നും സത്യമല്ലേ, അഭിനയമായിരുന്നു അതിൻ്റെ. അവൻ പറയുക, അവന് വേറൊരു പെണ്ണിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. ആ പെൺകുട്ടിയും ശരിക്കും ഇവൻ്റെ വാക്കുകളിലും വാഗ്ദാനങ്ങളിലും വെല്ലുവിളികളിലും വീണതായിരിക്കാം ഒരുപക്ഷെ. ഇപ്പം ഞാൻ ഓർക്കുന്നത്, നമ്മുടെ ഡേയ്സിക്കുട്ടി ചേച്ചീനെ അന്ന് ചേച്ചിയുടെ ലവർ പറ്റിച്ചതായിരിക്കും അല്ലേ. ഒരുപാട് ഇതുപോലത്തെ വാഗ്ദാനങ്ങളും വെല്ലുവിളികളിലൊന്നും ചേച്ചിക്കും കിട്ടിയിട്ടുണ്ടാവും. അന്ന് എനിക്കത് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നു ചേച്ചിക്ക് അന്ന് എന്താ പറ്റിയെന്ന്. എൻ്റെ അമ്മയുടെ വാക്ക് എനിക്ക് ഓർമ്മ വന്നു, ആണുങ്ങളായാൽ ചെളിയിൽ ചവിട്ടും, നല്ല വെള്ളം കണ്ടാൽ കാല് കഴുകുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ പറയുന്ന അമ്മയ്ക്കും ആരടുത്തെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടാവും. സൂര്യ വാ നമുക്ക് പോവാം, അച്ഛൻ എന്നോട് പറഞ്ഞു. ഞങ്ങൾ
പോലീസ് സ്റ്റേഷനിൽ നിന്നും പടിയിറങ്ങി. 2 മക്കളെയും കൊണ്ട് അവരുടെ കൈയും പിടിച്ച് ഞാൻ അച്ഛൻ്റെ പിറകെ നടന്നു. ബസ് സ്റ്റോപ്പിൽ കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇടയ്ക്കൊരു ചായക്കട കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്കൊരു ചായ കുടിക്കാം. വേണ്ടാന്ന് മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ കുട്ടികളെ കാര്യം ആലോചിക്കുമ്പോൾ ശരിയെന്ന് പറഞ്ഞു. ചായയും പരിപ്പോടെയും കഴിക്കുന്ന ഇടയിൽ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, കുട്ടികളെയും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പൊക്കോളാം, നീ ഓഫീസിൽ പോയിക്കോ, ജോലി കളയണ്ട. പിന്നെയും അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞു. അവൻ എന്നെ വിളിക്കും, എന്ത് നാടകം വേണമെങ്കിലും അവൻ കാണിക്കും, നീ ഒരിക്കലും സംസാരിക്കരുത്. വാക്കുകൊണ്ട് മയക്കാൻ അവൻ മിടുക്കനാണെന്ന് എനിക്കറിയില്ലേ, അതുകൊണ്ട് ഇനി അവൻ്റെ അടുത്ത് സംസാരിക്കരുത്. ഞാൻ മൂളി. പിന്നെ എന്തൊക്കെയോ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, പലതും ഞാൻ കേട്ടില്ല. സംസാരിക്കരുതെന്ന്. അപ്പം എൻ്റെ മനസ്സിലുണ്ടായ ചോദ്യങ്ങൾക്കെല്ലാം ആര് ഉത്തരം നൽകും? അതെല്ലാം ഞാൻ നന്ദനോടല്ലാതെ പിന്നെ ആരോടത്താണ് ചോദിക്കേണ്ടത്? എനിക്ക് ചോദിക്കണ്ടേ എന്തായിരുന്നു ഞാൻ ചെയ്ത തെറ്റെന്ന്? എനിക്ക് നിന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ലെന്ന് ചോദിക്കണ്ടേ? അതുകൊണ്ടാണ് നീ വേറെ സുഖം തേടിപ്പോയതെന്ന് ചോദിക്കണ്ടേ? എനിക്ക് സ്നേഹിക്കാൻ അറിയില്ലെന്ന് ചോദിക്കണ്ടേ? ഞാൻ തിരഞ്ഞെടുത്ത പ്രണയം തെറ്റായിരുന്നോ എന്ന് ചോദിക്കണ്ടേ? സത്യമായിട്ടും എൻ്റെ പ്രണയം തെറ്റായിരുന്നു. എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല. എനിക്ക് കുറവുകൾ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ എനിക്കുണ്ട്. അപ്പുറത്തിപ്പുറത്തായി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ എതിർവശത്ത് നിൽക്കുന്ന അച്ഛൻ്റെ കണ്ണുകൾ ഞാൻ കണ്ടു. ആ കണ്ണിൽ എന്തായിരുന്നു? മകൾക്ക് ഈ പ്രശ്നം വന്നിട്ടുള്ള ഒരു മനസ്താപമാണ്. അതോ ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നല്ലതല്ല, ഈ കല്യാണം വേണ്ടെന്ന്. അത് കേൾക്കാതെ നിന്റെ തോന്നിയാസം കൊണ്ട് നീ തിരഞ്ഞെടുത്തല്ലേ, നീ തന്നെ അനുഭവിച്ചോ. നിന്റെ വാശിയല്ലേ, നീ തിരഞ്ഞെടുത്ത ആള് നീ തന്നെ അനുഭവിച്ചോ എന്ന ഒഴിഞ്ഞു മാറലാണ്. അതോ മോളും മക്കളും ഒരു ബാധ്യതയായി മാറുന്നുള്ള ഒരു ഭയപ്പാടാണ്? അച്ഛൻ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛൻ. ഒരു ബസ് വന്നു നിന്നു. ഞാൻ കയറി. മലബാർ ടൗൺ ടു ടൗൺ ബസ്, KSRTC. കണ്ണൂരേക്ക് ടിക്കറ്റ് എടുത്തു. സൈഡ് സീറ്റിൽ ഞാനിരുന്നു. അത്യാവശ്യം തിരക്കില്ലാത്തൊരു ബസ്സായിരുന്നു. വർക്കിംഗ് ടൈം കഴിഞ്ഞായിരുന്നു. ഓഫീസിൽ പോകാനുള്ള ആൾക്കാരോ ബഹളോ ഒന്നുമില്ല. ബാഗിൽ നിന്നും ഫോൺ എടുത്തു. പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തായിരുന്നു. അതൊന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് സാറിനെ വിളിച്ചു പറയണം, ഞാൻ വരുന്നുണ്ട്, ഉച്ചയ്ക്ക് ശേഷം ലീവ് അല്ലെന്ന്. ഓൺ ചെയ്തതേ ഉള്ളൂ, അപ്പോഴേ അവൻ്റെ കോൾ വരാൻ തുടങ്ങി. നന്ദൻ വിളിക്കുന്നു. അച്ഛൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ എടുത്തില്ല. 4-5 മാസത്തിന് ശേഷമാണ് എൻ്റെ ഡിസ്പ്ലേയിൽ അവൻ്റെ പേര് തെളിയുന്നത്. കുറേ പ്രാവശ്യം ഇങ്ങനെ അടുപ്പിച്ച് വിളിക്കുന്നു. എനിക്കറിയാം അവൻ എന്നോട് സംസാരിക്കുന്നവരെ അവൻ വിളിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അവൻ്റെ ആറ്റിറ്റ്യൂഡ്. ഞാൻ കട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ തൊട്ടടുത്ത ആൾക്കാർക്ക് ഭയങ്കര ആയി തുടങ്ങി. ഓരോരുത്തരും എന്നെ നോക്കാൻ തുടങ്ങി. അവസാനം ഞാൻ ഫോൺ എടുത്തു.
സൂര്യ, പ്ലീസ് എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റ് പറ്റിപ്പോയി, പെട്ടുപോയി ഞാൻ. എനിക്ക് കുറച്ച് സമയം എന്താ, ഞാൻ എല്ലാം ശരിയാക്കാം. കേസ് കൊടുക്കരുത് പ്ലീസ്. നന്ദന അപ്പുറത്തുനിന്ന് കെഞ്ചുക. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഇനി എന്നെ വിളിക്കരുത്, ശല്യപ്പെടുത്തരുത് പ്ലീസ്. ഫോൺ ഞാൻ കട്ട് ചെയ്തു. പണ്ട് ഇതുപോലെ എന്നോട് കെഞ്ചിട്ടുണ്ട്. പ്രേമിക്കുന്ന സമയത്ത് ഇഷ്ടമല്ലാന്ന് ഞാൻ പറയുമ്പോൾ ഇനി എനിക്ക് അവനോടൊന്നും ചോദിക്കാനോ ഇല്ല, പറയാനും ഇല്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഞാൻ തന്നെ ഒറ്റക്ക് കണ്ടെത്തണം. ഞാൻ പിന്നെയും സ്വിച്ച് ഓഫ് ചെയ്ത് ഫോണ് ബാഗിലിട്ടു. എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങണം. ഭയങ്കര തലവേദനയാണ്. അതിൻ്റെ അകത്ത് നിന്ന്, പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് നിന്ന് ഞാൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദം എനിക്കത് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു. ചാരിക്കിടന്നൊന്ന് കണ്ണടച്ചതേ ഉള്ളൂ. പക്ഷെ അപ്പോഴേക്കും ചുറ്റിലും എല്ലാ ആൾക്കാരും, അച്ഛൻ, അമ്മ, സഹോദരിമാർ, ഫ്രണ്ട്സ്, മാമന്മാർ, എല്ലാവരും ആർത്തുല്ലസിച്ചിരിക്കുന്നു, പരിഹസിക്കുന്നു.